ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ആളിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് യാത്രയ്ക്കിടയിൽ ആളിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഉത്സവം കാണാൻ ഇടയുണ്ടായി. ഒരു തിരുവിഴ. അപ്പോൾ നോർമൽ ഒരു ഉത്സവമല്ലെന്ന് വെച്ചിട്ട് ബൈക്ക് മുന്നോട്ടെടുത്തു. അപ്പോഴാണ് ക്രെയിനിൽ തൂങ്ങിയിട്ട് കുറച്ച് മനുഷ്യരെ കണ്ടത്. അവരുടെ മുതുകിലെ നടുപ്പുറത്തെ തൊലിയിലൂടെ കൊളുത്തിട്ടിട്ട് ആ കൊളുത്തെല്ലാം കൂടി ഒരു കയറിൽ ബന്ധിപ്പിച്ച് ആ കയർ ക്രെയിനിൽ കെട്ടി തൂക്കിയിട്ടാണ് ചെയ്യുന്നത്. നല്ല ഭക്തിപൂർവമായൊരു കാഴ്ചയായിരുന്നു അത്. ഭക്തന്മാർക്ക് എനിക്ക് ഒരിക്കലും ഭക്തിപൂർവമായൊരു കാഴ്ചയായിരുന്നില്ല. ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു മനുഷ്യരെന്ന നിലയ്ക്കും വിശ്വാസങ്ങളോട് അത്ര വിശ്വാസമില്ലാത്തതിനാലും വിശ്വാസമുള്ളവർക്കെതിരല്ല, പക്ഷെ അത് വളരെ ഒരു വേദനാജനകമായൊരു കാര്യമായി തോന്നി. നമ്മുടെ ഏത് ദൈവമാണ് നമ്മളെ വേദനിപ്പിച്ചാൽ, അവൻ്റെ സൃഷ്ടിയെ വേദനിപ്പിച്ചാൽ പ്രീതിപ്പെടുന്ന ഏത് ദൈവമാണ് ഉള്ളതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ ദൈവങ്ങളുണ്ടോ? ഇപ്പം ഒരു ശക്തിയുണ്ട്, ഒരു ദൈവമുണ്ട്. ആ ദൈവം പ്രീതിപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ സ്വയം വേദനിക്കണമെന്ന് കരുതുന്ന ഏതെങ്കിലും ദൈവമുണ്ടെന്നുള്ള കാര്യം സംശയം വേണം. അത് ഏതുപോലെ എന്നാൽ ലക്ഷങ്ങളും കോടികളും നേർച്ചപ്പെട്ടിയിലിടുമ്പോഴും അത് ഏതായിക്കോട്ടെ, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദുസ്, അത് ജാതിയും മതമൊന്നുമില്ല. അതിൽ എല്ലാവരും കണക്കാണ്. അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ കോടികൾ അല്ലെങ്കിൽ ആയിരങ്ങൾ നേർച്ചപ്പെട്ടിയിലിടുന്നവനും അല്ലെങ്കിൽ യാത്രകൾ പോകുന്നവനും ഭക്തിപൂർവമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ യാത്രകൾ പോകുന്നവനൊക്കെ ഒരുപോലെയാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതേപോലെ തന്നെയാണ് ഈ പാലും ചോറും ഒക്കെ വെച്ച് വിതരണം ചെയ്യുന്നതിനോടും അങ്ങനെ തന്നെ. കുറേ എത്രയോ പാവപ്പെട്ടവരുണ്ട്, അപ്പോൾ അവർക്കൊന്നും കൊടുക്കാതെ ഉള്ളവർ തന്നെ വെച്ച് കഴിച്ച് ഇരിക്കുന്നൊരു സംഭവം. ഇപ്പം പാലൊക്കെ വിഗ്രഹത്തിൻ്റെ മേലെ കൂടെ പാലെല്ലാം അങ്ങനെ ഒഴുക്കി കളയുമ്പോൾ അപ്പുറത്ത് പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു വലിയൊരു ജനവിഭാഗമുണ്ട് എന്ന് ആലോചിക്കുന്ന പോലെ തന്നെയാണ് ഇതും. പക്ഷെ ഭക്തിയാണ്. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ സ്വയം വേദനിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയെന്ന് മാത്രം. അപ്പോൾ നല്ല ഭക്തിപൂർവമായൊരു കാഴ്ചയായിരുന്നു. സ്കിന്നിലൂടെ ചിലവരങ്ങ് വലിക്കുന്നുണ്ട്, നല്ല ആഘോഷപൂർവ്വം. അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് മുരുകൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ തിരുവിഴയാണ്. അപ്പോൾ ഇതിങ്ങനെ ശൂലമൊക്കെ കയറ്റി ഇതിങ്ങനെ സ്കിന്നിലൂടെ ഈ കൊളുത്തിങ്ങനെ തൂക്കി അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോവും. ആ സമയത്ത് തന്നെ ചിലവർ ക്യാഷും ഇതൊക്കെ മാലയായിട്ട് കൊടുക്കും, ചിലവർ കയ്യിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് അവരുടെ ഭസ്മവും ഇതൊക്കെ അനുഗ്രഹമായിട്ട് തിരിച്ചു വാങ്ങിക്കും. അങ്ങനത്തെ ഒരു സംഭവം കാണുമ്പം വല്ലാത്തൊരു പെയിൻ. ആ കൊളുത്തിരിക്കുന്നത് നമ്മുടെ നടുപ്പുറത്താണെന്നുള്ളൊരു തോന്നലുണ്ടാവും നമ്മൾ അടുത്ത് പോയിട്ടത് കാണുമ്പോൾ. ശരിക്കും ആ പെയിൻ നമുക്ക് ഫീൽ ചെയ്യും. ഭക്തിയാണ്. അതൊക്കെ കണ്ടൊരു തലമുറ, ഒരു ചെറിയ കുട്ടികളുടെ ഒരു കൂട്ടം വളർന്നു വരികയാണ്. നമ്മൾ ശാസ്ത്രവും മാനുഷിക മൂല്യങ്ങളും ഒക്കെ പഠിപ്പിക്കേണ്ട സമയത്ത് ഇത്തരം മതവും വിശ്വാസങ്ങളും കണ്ടിട്ടാണ് മറ്റുള്ള തലമുറയും വളരുന്നത്. അപ്പോൾ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ചീത്തയാണ്. പക്ഷെ ഞാനിതിന് എതിരാണ്. ഈ മതത്തിനോട് മതവിശ്വാസങ്ങളോടല്ല ഞാൻ പറയുന്നത്, സ്വയം വേദനിപ്പിച്ചിട്ടുള്ള ഭക്തിപൂർവമായ കാര്യങ്ങളോടും ആർഭാടപൂർവമായി നടത്തുന്ന എല്ലാ പരിപാടികളോടും ഞാൻ എതിരാണ്. ഭക്തിപൂർവമായി ഈശ്വരനെ വിശ്വസിക്കുകയും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളുടെ പുറകിലൊക്കെ കണ്ണാടി കാണുമല്ലോ, ആ കണ്ണാടിയിൽ എന്തിനാണ് ആ കണ്ണാടി വെച്ചിരിക്കുന്നത്? ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ അടുത്ത് നിന്നിൽ തന്നെയാണ് ദൈവം എന്ന ഉള്ള ഒരു എന്താ പറയുക, ഒരു മെസ്സേജ് കൊടുക്കുകയാണത്. അപ്പോൾ നമ്മിൽ തന്നെയാണ് ദൈവം. കുട്ടികളോട് പുഞ്ചിരിക്കുക, വയസ്സായവരെ ബഹുമാനിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, പിന്നെന്താണ്, എല്ലാവരോടും ഒരുപോലെ പെരുമാറുക. ജാതി മതമൊന്നും മനുഷ്യർക്കിടയിലേക്ക് പടരാതിരിക്കുക, സൗഹൃദങ്ങൾക്കിടയിൽ പടരാതിരിക്കുക, മതവിദ്വേഷവും തീവ്രവാദമൊന്നും നമ്മുടെ മനസ്സിൽ വളരാതിരിക്കുക, എല്ലാവരെയും ഒരേപോലെ കാണുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ എല്ലാ ദൈവവും പ്രീതിയും അനുഗ്രഹമൊക്കെ നമ്മൾ വാരിച്ചൊരിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കുറച്ച് കുട്ടികളുണ്ടോ, അവർ ആ മഞ്ഞ മുണ്ട് ഇതൊക്കെ എടുത്തിട്ട് വേറൊരു വൈബായിരുന്നു അത്. അവരുടെ സ്റ്റെപ്പ് തന്നെ, ഇവനൊക്കെ വലുതാകുമ്പോൾ ഗംഭീരം, എന്താ നാട്ടുപാട്ട് എന്ന് പറയില്ലേ, നാട്ടുകുത്തുപാട്ട് എന്നൊക്കെ പറയില്ലേ, ഈ ഗ്രാമത്തുപാട്ട് എന്നൊക്കെ പറയില്ല, അതിനൊക്കെ രണ്ടെണ്ണം വെച്ചു കൊടുത്താൽ നല്ല ആടും. അതേപോലെ അവൻ ഭയങ്കര ഉഷാറായിരുന്നു, അവൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ.
പക്ഷേ എല്ലാവരും നല്ല കോർപ്പറേറ്റീവ് ആയിരുന്നു. ഞാൻ പോയി വീഡിയോ എടുക്കട്ടെന്ന് ചോദിച്ചപ്പോൾ സമ്മതം ചോദിച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്ത്, ഇല്ലെങ്കിൽ അടി കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ആ തൊലിയിൽ ആ കൊളുത്ത് ഇങ്ങനെ പച്ചയായ തൊലിയിൽ ഈ കൊളുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് ക്രെയിനിൽ വെച്ച് ഇങ്ങനെ കെട്ടി അത് ആട്ടിക്കൊണ്ടിരിക്കും. അതാണ് നമുക്ക് കുറച്ചും കൂടി പെയിൻഫുള്ളായി തോന്നും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.